നമസ്കാരം. നടൻ ദിലീപിന് നീതി കിട്ടിയതിൽ സന്തോഷം എന്നാണ് കോടതിയിൽ ഹാജരാക്കവെ രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചതിൽ തനിക്ക് കുറ്റബോധമില്ല. കൂടാതെ നിരാഹാരത്തിൽ നിന്ന് പിന്മാറിയത് ഡോക്ടർ പറഞ്ഞിട്ടാണെന്ന വാക്കുകളൊക്കെയാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർക്ക് താൽക്കാലിക ആശ്വാസമാകുന്ന നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. കേസിൽ പോലീസ് റിപ്പോർട്ട് വന്നിട്ടില്ലെന്നും റിപ്പോർട്ട് വരുന്നതുവരെ അറസ്റ്റ് ചെയ്യില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. സൈബർ ഇടത്തിൽ പരാതിക്കാരി അധിക്ഷേപിച്ചെന്ന കേസിലാണ് പ്രതിയാണ് ഈ സന്ദീപ് വാര്യർ. സന്ദീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 15-നാണ് വീണ്ടും പരിഗണിക്കുക. പരാതിക്കാരിയുടെ ചിത്രമോ പേരോ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിട്ടില്ലെന്നും പണ്ടുണ്ടായിരുന്ന പോസ്റ്റ് മറ്റാരോ കേസിനു ശേഷം കുത്തിപ്പൊക്കിയതെന്നുമാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ സന്ദീപ് വാര്യർ പറയുന്നത്. അതിജീവിതയുടെ പരാതിയിൽ സന്ദീപ് വാര്യർ അടക്കം 6 പേർക്കെതിരെയാണ് സൈബർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കനാണ് 1-ാം പ്രതി. കോൺഗ്രസ് അനുകൂലിയായ അഭിഭാഷക ദീപ ജോസഫ് 2-ാം പ്രതിയാണ്. ദീപ ജോസഫ് എന്നു പേരുള്ള മറ്റൊരു അക്കൗണ്ട് ഉടമ 3-ാം പ്രതിയാണ്. സന്ദീപ് വാര്യർ 4-ാം പ്രതി. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വർ 5-ാം പ്രതിയാണ്. പാലക്കാട് സ്വദേശിയായ ബ്ലോഗറാണ് കേസിലെ 6-ാം പ്രതി. അതേസമയം സമാനമായ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വാങ്ങുവാനായി ഇന്ന് പോലീസ് വീണ്ടും അപേക്ഷ നൽകിയിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ പൾസർ സുനിയും സ്വാതന്ത്ര്യ സമര സേനാനിയും തുല്യ ദുഃഖിതരാണ് എന്നൊക്കെയാണ് കമന്റുകൾ ഉയർന്നത്. മറ്റൊരുത്തിന്റെയോ മറ്റൊരാളോടുള്ള വൈരാഗ്യം തീർക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് കിട്ടിയ പണം പോയി. ശിഷ്ടകാലം ജയിലിലുമായ പൾസർ സുനി. അതേസമയം മറ്റൊരുത്തന്റെ ഗർഭവും ലൈംഗിക അതിക്രമങ്ങളും ഏറ്റെടുത്ത ജയിലിൽ പോയി എല്ലും തോലുമായി കഴിയുന്ന രാഹുൽ ഈശ്വർ. 2 കേസിലും ഒറിജിനൽ പ്രതികളും ആസൂത്രകരും പുറത്ത് ചിക്കൻ ബിരിയാണിയും കഴിച്ച് സുഖമായി കഴിയുന്നു. അവർക്ക് വേണ്ടി ഇതൊക്കെ ഏറ്റെടുത്ത 2 പേർ ജയിലിലും. ഇതിൽ മറ്റൊരു ആകസ്മികത കൂടിയുള്ളത്, ഏട്ടൻ ജയിലിൽ കിടന്നപ്പോൾ രാഹുൽ ഈശ്വർ TV ചാനലുകളിലിരുന്ന് ആറാടുകയായിരുന്നു. ഇന്ന് ദിലീപേട്ടൻ കേസുകളിൽ നിന്ന് സ്വതന്ത്രനായപ്പോൾ ഇതൊന്നും ആഘോഷിക്കാൻ പോലും ആകാതെ രാഹുൽ ഈശ്വർ സർ ജയിലിലും കഴിയുകയാണ്. നോക്കണേ, അത്തിപ്പഴം പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ നിറയെ പുണ്ണ്. കേരള പോലീസിനോട് ഒരുപാട് നന്ദിയുള്ളത് വൈകുന്നേരത്തെ ചാനൽ ചർച്ചകളിൽ ഇത്തരത്തിലുള്ള അർമാദം കേൾക്കേണ്ടി വരുമായിരുന്നു, ആ ദുര്യോഗം ഒഴിവാക്കി തന്നതിന് എന്നൊക്കെയാണ് കമന്റുകൾ എന്തായാലും നിറയുന്നത്. 15-ാം തീയതി വരെയാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇതിനിടയിൽ പലതവണ രാഹുൽ ഈശ്വർ ജാമ്യാപേക്ഷ സമർപ്പിച്ചുവെങ്കിലും തള്ളുകയായിരുന്നു. അതിന് കാരണമായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് മുൻപ് കാണിച്ച വിഡ്ഢിത്തരങ്ങളൊക്കെ തന്നെയാണ്. അതായത് കസ്റ്റഡിയിൽ എടുക്കുമ്പോഴും താൻ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വീഡിയോ ഇടുമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് വീട്ടിൽ വരുമ്പോൾ തന്നെ ഈ ലാപ്ടോപ്പ് ഒക്കെ തന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതും വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ. അങ്ങനെ പലതരം കൈവിട്ട കളികൾ ജാമ്യം നിഷേധിക്കുന്നതിലൊക്കെ നയിക്കുകയായിരുന്നു. പോലീസ് പറയുന്നത് ജാമ്യം കൊടുക്കരുത്, കൊടുത്താൽ ഇതുപോലുള്ള പല കള്ളത്തരങ്ങൾ വീണ്ടും കാണിക്കും. മാത്രമല്ല അതിജീവിതയ്ക്കെതിരെ ഇനിയും പ്രതികരിക്കുമെന്ന് വെല്ലുവിളിച്ച ഒരാൾ കൂടിയാണ് രാഹുൽ ഈശ്വർ. അപ്പോൾ ജാമ്യം കൊടുത്താൽ വീണ്ടും അത് ആവർത്തിക്കും. ആ ലാപ്ടോപ്പ് ഒളിപ്പിച്ച സമയം മുതൽക്ക് തന്നെ പോലീസുമായി സഹകരിക്കാത്ത ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ഈ നിസ്സഹകരണം തുടരുകയാണ്. ഇത്തരത്തിലുള്ള പ്രോസിക്യൂഷൻ വാദങ്ങളൊക്കെയാണ് ജഡ്ജി ജാമ്യം നിഷേധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. കൂടാതെ ഇത്തരത്തിൽ നീതി നിഷേധിക്കുന്നു എന്നതിന്റെ പേരിൽ ജയിലിലും നിരാഹാര സമരം ഇരിക്കുന്ന ഒരു അവസ്ഥയൊക്കെയായിരുന്നു. പിന്നീട് വീണ്ടും തനിക്ക് ജാമ്യം കിട്ടില്ല എന്നൊരവസ്ഥ വന്നപ്പോഴൊക്കെയാണ് തനിക്ക് വിശക്കുന്നു, ചമ്മന്തിയും ദോശയും ഒക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ നിരാഹാരം അവസാനിപ്പിച്ച് പോലീസിൽ നല്ലൊരു കുട്ടിയായിട്ടൊക്കെ തന്നെ പോലീസിനൊപ്പം നിൽക്കുന്ന രാഹുൽ ഈശ്വറിനെ കാണാൻ കഴിയുന്നത്. എന്നാൽ രാഹുൽ ഈശ്വറിന്റെ നിർണായക നിമിഷങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് പലരും കമന്റുകളായി സൂചിപ്പിക്കുന്നത്. കാരണം പുരുഷ കമ്മീഷൻ വേണമെന്നായിരുന്നു രാഹുൽ പലപ്പോഴായി ആവശ്യപ്പെട്ടിരുന്നത്. അവർക്ക് നീതി വേണം, സ്ത്രീകളാൽ വഞ്ചിതരാകുന്ന ആണുങ്ങൾക്ക് നീതി വേണം. ഒരുപക്ഷെ രാഹുൽ ഈശ്വർ ഈ ഒരു വിവാദങ്ങളിലൊക്കെ ലക്ഷ്യമിട്ടതും അത് തന്നെയാകാം. എന്തായിരുന്നാലും നടൻ ദിലീപിന് നീതി കിട്ടിയതിൽ സന്തോഷമെന്നാണ് കോടതിയിൽ ഹാജരാക്കവേ രാഹുൽ ഈശ്വർ പ്രതികരിച്ചത്. കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചതിൽ തനിക്ക് കുറ്റബോധമില്ല എന്നും പറയുന്നുണ്ട്.